എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് വരെയായിരുന്നു പഠിപ്പിച്ചത്. അത് അതിനകത്ത് നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്തായിരുന്നു, നമ്മൾ മെയിൻലി മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആക്സിസ് ഓഫ് റൊട്ടേഷന് എലോങ് ആയിട്ടുണ്ടാകുന്ന ഒരു ഫോഴ്സിനെയാണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണോ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്? അല്ല, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനാണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. അതിൻ്റെ പേര് ടോർക്ക് എന്ന് പറയും. അത് രണ്ടാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ആരെയൊക്കെയാണ്? ഒന്ന്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയും, രണ്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷനെയും. ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റിനെ പറ്റി പഠിച്ചു. CGS യൂണിറ്റ്, SI യൂണിറ്റ്, കിലോഗ്രാം ഫോഴ്സിലുള്ളത്, ഗ്രാം ഫോഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോയി. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മൊമെൻറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസിലുള്ളത് ക്ലോക്ക് വൈസും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഔട്ട്വേർഡ് ആയിരുന്നു. ക്ലോക്ക് വൈസിലാണെങ്കിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇല്ലേ? ആണോ മിഷേലെ? ഓക്കെ. അപ്പം നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. അതും നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടെ ഉള്ളൂ. അപ്പോൾ നോട്ടും കൂടെ അങ്ങ് എഴുതിക്കോ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഹെഡിങ് എഴുതിക്കോ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, എഴുതിക്കോ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ ഒരു ബോഡിയുടെ ടോട്ടൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവിടെ ആയിരിക്കും. നമുക്ക് ആ ബോഡീനെ അവിടെ മാത്രം പിടിച്ചാൽ ബാലൻസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പിടിക്കാൻ നോക്കിക്കോണം. നോക്കിയോ, വേണ്ട ഈ പേന വേണ്ട ഞാൻ ഇവിടെ ഇങ്ങനെ പിടിക്കുക, താഴെ പോയി, ഇവിടെ പിടിച്ചു, വീണ്ടും താഴെ പോയി. ഞാൻ ഈ പേന ഇവിടെ പിടിച്ചു, പോയി താഴെ പോയി. ഞാൻ ഈ പേനയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട ഇവിടെ പിടിക്കുക. നോക്കി, എന്തുകൊണ്ടാണ്? ഒരു വളരെ ചെറിയൊരു ടിപ്പിലാണ് നിൽക്കുന്നത്. ഇത് ഒരു മൊട്ടുസൂചിയുടെ മണ്ടയ്ക്ക് കൊണ്ട് അവിടെ വെച്ച് പിടിച്ചാലും എന്ത് സംഭവിക്കും? അത് അതിൽ കൃത്യം ഇരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ബോഡിയുടെ മൊത്തത്തിലുള്ള വെയിറ്റ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ പെർട്ടിക്കുലർ പൊസിഷനിലാണ്, ഈ പെർട്ടിക്കുലർ പോയിന്റിലാണ്. അതിനെയാണ് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. റൗണ്ടിൽ ഇരിക്കുന്നതിനുണ്ട്. ഇപ്പോൾ ഇതിനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഇത് നോക്കി, ഷേപ്പ്ലെസ്, അതായത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും തിക്നെസ് കൂടിയും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും തിക്നെസ് കുറഞ്ഞും വരിക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നടുക്കായിരിക്കത്തില്ല, ചിലപ്പോൾ ഇവിടെ വല്ലതും ആയിരിക്കും. അത് നമുക്ക് കൃത്യം പിടിക്കാൻ പറ്റില്ല. സെൻസറാണ്, താഴെ പോയാൽ ഈ പേന പോക്കായതുകൊണ്ട് നമ്മൾ വലിയ അഭ്യാസത്തിന് ഇതിനെ പോകുന്നില്ല. എന്നാലും നോക്കാം. കണ്ടോ, ഇതാ ബാലൻസ് ചെയ്തു. അപ്പോൾ ഞാൻ കൃത്യം സെൻട്രലാണോ പിടിച്ചിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ? സെൻട്രലാണോ പിടിച്ചിരിക്കുന്നത്? അല്ല. ഇത് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റിൽ നിന്ന് കണ്ടോ, ഞാൻ ഇത്രയും ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിക്കുന്നുണ്ട്, എന്നിട്ട് അതെന്ത് ചെയ്യുന്നില്ല? താഴെ പോകുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. കാരണം നമ്മുടെ ഒരു ബോഡിയുടെ മൊത്തം വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഒരു ചെറിയൊരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അഥവാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. തെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനപ്പുറത്തോട്ടൊരു ഡെഫിനിഷൻ ഇല്ല. മനസ്സിലായോ? ഓക്കെ. അപ്പം ശ്രദ്ധിച്ചോണം. നമുക്കതിൻ്റെ നോട്ടും എഴുതി പോവാം. എഴുതിക്കോളൂ.
സിംപ്ലി എന്ന് എഴുതി, സിംപ്ലി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി is that total weight of a body is concentrated in a small region of the body. A small region and a small point of a body, small point of a body. അപ്പോൾ അതിന് ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇത് സിമ്പിളി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അത് വേണേൽ എഴുതാം. ഓർ എന്നിങ്ങനെ എഴുതിയിട്ട് എഴുതിക്കോ. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി ഈസ് എ പോയിന്റ് about which the algebraic sum of moment of weight of all particles constituting the body is 0. The entire weight of the body can be considered to act at this point. സിമ്പിളായിട്ട് കുറച്ചുകൂടെ ഒരു സിമ്പിളായിട്ടല്ല, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇതൊരു ബോഡിയാണ്. ഈ ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ലക്ഷക്കണക്കിന് പാർട്ടിക്കിൾസ് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ലക്ഷക്കണക്കിന് പാർട്ടിക്കിൾ, ഇവിടെ ഒരു 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 പാർട്ടിക്കിൾ, ഇവിടെ എല്ലാം എന്താണ്? ഓരോ പാർട്ടിക്കിളാണ്. ആണോ? ഈ പാർട്ടിക്കിളിനൊരു വെയിറ്റ് കാണും W1. ഈ പാർട്ടിക്കിൾ അത് താഴോട്ടാണ്. ഈ പാർട്ടിക്കിളിനൊരു വെയിറ്റ് ഉണ്ട്, അത് W2. ഇതിനൊരു W3 ഇല്ലേ? ഇതിനൊരു താഴോട്ടാണ് W4. ഈ പാർട്ടിക്കിളിന് W5. അങ്ങനെ ഓരോന്ന്. ഇതിൻ്റെ വെയിറ്റ് W6. ഇതിൻ്റെ എല്ലാം ടോട്ടൽ വെയിറ്റ് ചിലപ്പോൾ തന്നെ ഈ ഒരു പോയിൻ്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ടോട്ടൽ വെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായി? അപ്പം ഈ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ചെറിയ പോയിൻ്റിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓരോ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷനും മാറും. ക്ലിയർ ആണല്ലോ? അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. കണ്ടോ? അവിടെ അതും കൂടെ ഒന്ന് എഴുതി, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിയേക്കണം. ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, CG എന്ന് എഴുതിയാൽ മതി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി
of a body depends on its shape of body of given mass എന്ന് പറയുന്നത് അങ്ങനെ body of given mass. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ചപ്പാത്തി മാവ് കുഴച്ചു അല്ലേ, പോട്ടെ. ഞാനൊരു പ്ലാസ്റ്റിക്, മറ്റേ ഈ പിള്ളേരൊക്കെ കളിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഫുട്ബോൾ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ട് അതിനെ ഞാനൊരു പോയിന്റിൽ എന്ത് ചെയ്തു, എൻ്റെ വിരളയിൽ വെച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ വിരളയിലൊക്കെ വെച്ച് ഇങ്ങനെ കറക്കുന്ന, അല്ലെ വിരളയിൽ ഇങ്ങനെ നിർത്താനും പറ്റും ഫുട്ബോളിനെ, ഇല്ലേ? നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൃത്യം നിർത്താൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് അറിയാം, ഞാൻ ആ ഫുട്ബോളിന്, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ കാറ്റ് ഫുള്ള്, അല്ലെ പോട്ടെ, നിങ്ങൾ സിമ്പിളായിട്ട് പറയണം, നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒറിജിനൽ ഫുട്ബോൾ, ആ ഫുട്ബോളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ കൃത്യം ആ കാറ്റടിക്കുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും അതിനെ ഇങ്ങനെ നിർത്താൻ പറ്റുക, അല്ലേ? എന്നാൽ കാറ്റ് ഫുൾ അഴിച്ചു വിട്ടാലോ, പിന്നെ നിങ്ങൾ നേരത്തെ പിടിച്ച പോയിന്റിൽ ഇങ്ങനെ നിർത്താൻ പറ്റുമോ അതിനെ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഷേപ്പ് മാറിയപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ എന്ത് ചെയ്തു, മാറി. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരിക്കലും ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? അതിനർത്ഥം എന്തുവാ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരിക്കലും ഇപ്പം നമ്മൾ ഫുട്ബോൾ പിടിച്ചു, ഇപ്പോൾ ഇതെല്ലാം പിടിച്ചപ്പോൾ ഇതെല്ലാം എന്തായിരുന്നു, ഇതെല്ലാം ഈ മെറ്റീരിയലിൻ്റെ അകത്തായിരുന്നു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലയോ? എന്നാൽ എല്ലാ ആൾക്കാരുടെ കേസിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളിലാണോ നിർബന്ധമൊന്നുമില്ല. പൊള്ളയായിട്ടിരിക്കുന്നിടത്തും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരാം. ഉദാഹരണം പറയട്ടെ, ഒരു റിങ് ഇല്ലേ, റിങ്, നമ്മുടെ വിരൽ മോതിരം, അല്ല നമ്മുടെ കയ്യിലിടുന്ന വള, ഈ വളയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്നറിയോ? ഒന്നുമില്ലാത്ത കണ്ട ഈ ഒരു ഹോളോ പൊസിഷനിൽ. അപ്പോൾ അവിടെ ഒന്നുമില്ല. മനസ്സിലായോ? ശ്രദ്ധിച്ചോണം, എല്ലാവരും ഓൺലൈൻ ഇരിക്കുന്നതിന് ശ്രദ്ധിച്ചോണം. അവിടെ ഒന്നുമില്ല, പിടിച്ചു വെക്കാനൊന്നുമില്ല. എന്നിട്ടും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? അതിന് നടുക്ക. അപ്പം നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് മനസ്സിലായി? ഒന്നും ചെയ്യേണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടൊരു നൂല് കെട്ടുക, ഇവിടുന്ന് ഇങ്ങോട്ടൊരു നൂല് കെട്ടുക, ഇവിടെ തമ്മി കൂട്ടിക്കെട്ടുക. എന്നിട്ട് ആ കൃത്യം സെൻറ്ററിൽ ആ നൂലയിൽ ഒരു മുട്ടുസൂചി വെച്ച് കഴിഞ്ഞാൽ ആ വള അതേ നിൽക്കും. മനസ്സിലായോ? നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ എവിടെ മുട്ടുസൂചി വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നേരെ നിൽക്കത്തില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ മെറ്റീരിയൽ ഉള്ള ഭാഗത്താവണോ നിർബന്ധമുണ്ടോ? ഇല്ല. അതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. നോക്കിക്കോണം, ഇറ്റ് ഈസ് നോട്ട് നെസസറി that the center of gravity always be within the material of body, within the material of body. പിന്നെ ഈ +2 പഠിക്കുന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്, അപ്പം +2 എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ചെറിയൊരു ഇതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഓക്കെ, നോക്കിക്കോളൂ. ബൈ ദ കൺസെപ്റ്റ് ഓഫ്, മൂന്നാമത്തെ പോയിൻ്റാണ്, കൺസെപ്റ്റ് ഓഫ് center of gravity CG, a body of weight W can be considered as a point particle of weight W at its center of gravity. അതായത്
By the concept of center of gravity, a body of weight W can be considered as a point particle of weight W at its center. അതായത് ഞാനിപ്പോൾ നേരത്തെ ഒരു സാധനം വരച്ചായിരുന്നു, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ W1, W2, W3, W4 ഇങ്ങനെ ഓരോ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാതെ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഇതിൻ്റെ സെൻറ്ററിലല്ലേ, അപ്പോൾ ഇതിനെ മൊത്തത്തിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരൊറ്റ പാർട്ടിക്കിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്. അത് ഇതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് എന്തേ പഠിക്കാനുള്ളൂ, ആ ഒരു ഇത് മാത്രം പഠിച്ചു വെച്ചേക്കാം. ഇനി ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ചില ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് ബൈ ഹാർട്ട്. എന്താണെന്നറിയോ, റോഡിൻ്റെ അത് എവിടെയാണ്, സർക്കുലർ ഡിസ്കിൻ്റെ എവിടെയാണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താണ് വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കാം, നിങ്ങൾ എഴുതിയെടുത്തോ. അത് മിഷേലിന് മനസ്സിലാവുന്നുണ്ടോ, സനയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ, ആരോണ്ട് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. ആരോൺ ഓഡിയോ ഉണ്ട്. ആ ഓക്കെ 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 ഫൈൻ. ഇതും കൂടെ എഴുതിയെടുത്തോ. നമുക്ക് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി of some regular uniform objects. അതിലൊന്ന് റോഡാണ്. റോഡെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മുടെ ഞാൻ നമ്മുടെ ദിവ്യയുടെ പേന എടുത്ത് കാണിച്ചില്ലേ, അതിൻ്റെ ഇരുമ്പ്, ഇതും റോഡ് ഷേപ്പാണ്, ഒരു റോഡ്, അയൺ റോഡ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഇരുമ്പോ സ്റ്റീലോ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോഡെന്ന് പറയുന്നത്. റോഡിൻ്റെ എവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? നടുക്ക് ഇല്ലേ. അപ്പോൾ അതിനെ എന്തുവാ പറയുന്നത്, അതിൻ്റെ മിഡ് പോയിൻ്റ് ഓഫ് റോഡ് എന്നാണ് പറയുന്നത് ഇല്ലേ. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ എവിടെ ആയിരിക്കും? പൊസിഷൻ ഇപ്പുറത്ത് എഴുതേണ്ടത് തന്നെ ഇങ്ങനെയാണ്, പൊസിഷൻ. അതൊരു ഇത് ബോക്സ് പോലെ വേണമെങ്കിൽ കൊടുക്കാം. എന്താ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സം regular uniform objects. അതിൽ ഒബ്ജക്റ്റ് ഇവിടെ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി CG. അതിൽ ആദ്യത്തെയാണ് റോഡ്. റോഡിൻ്റെ കൃത്യം ഞാനിപ്പോൾ എവിടെ പിടിച്ചത്, കൃത്യം പേനയുടെ കൃത്യം മിഡ് പോയിൻറ്റാണ്. പക്ഷേ ഈ റോഡിൻ്റെ മിഡ് പോയിൻ്റ് അല്ല, അതെന്താ അറിയാം, ഇത് ഇറഗുലർ ഷേപ്പാണ്. ശരിയല്ലേ? നമ്മൾ പറയാൻ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഓഫ് റോഡ്. അടുത്തത് സർക്കുലാർ ഡിസ്ക്. അതും എന്ത് തന്നെയാണ്, അതിൻ്റെ ജോമെട്രിക് സെൻറ്ററാണ്. നമ്മുടെ സർക്കുലാർ ഡിസ്കിന് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എന്താ, ഒരു പേസ്റ്റ് ബോർഡ് വെട്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യത്തില്ലേ, അതൊരു സർക്കുലർ ഡിസ്ക്കാണ്, എക്സാമ്പിളാണ്. അതിൻ്റെ ഉൾഭാഗം ഉണ്ട്, എന്തുവാ ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വള പോലെ ആയി, റിങ്ങായി. മനസ്സിലായോ? സർക്കുലർ ഡിസ്ക് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ എന്താ, ജോമെട്രിക് സെൻറ്ററാണ്, ജോമെട്രിക് സെൻറ്റർ. അതേപോലെ തന്നെ സോളിഡ് സ്ഫിയർ ആണെങ്കിലും ഹോളോ സ്ഫിയർ ആണെങ്കിലും, സോളിഡ് ഓർ ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ പ്രിങ്കിൾസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പ്രിങ്കിൾസിൻ്റെ കഴിച്ചിട്ടുണ്ടോ മിഷേലെ? പ്രിങ്കിൾസ് ഉണ്ട് സർ. ഉണ്ട്. സന കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ പ്രിങ്കിൾസിൻ്റെ ബോക്സ് കണ്ടോ, അത് ഒരു ഹോളോ സിലിണ്ടറിന് എക്സാമ്പിളാണ്. അതിൻ്റെ താഴത്തെ ആ അടപ്പും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്തായി, ഒരു ഹോളോ സിലിണ്ടറായി. എന്നാൽ ആ താഴത്തെ അടപ്പും വെച്ച് താഴത്തെ അടപ്പ് അങ്ങോട്ടിട്ട്, താഴത്തെ ഓൾറെഡി ഒരു ഒരു എന്താ പറയുക, ഒരു ഫിക്സേഷൻ ഉണ്ട് അതിന് അല്ലേ. അതിനകത്ത് ഞാൻ സിമെൻറ്റ് ഇട്ട് എന്ത് ചെയ്യുക, സിമെൻറ്റ് ഇട്ടിട്ട് അത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു അടപ്പിട്ട് അടയ്ക്കുക. അപ്പോൾ അത് സോളിഡ് സിലിണ്ടറായിട്ട് മാറി. മനസ്സിലായോ? അതിന് രണ്ടിൻ്റെ ആണെങ്കിലും ജോമെട്രിക് സെൻറ്റർ തന്നെയാണ്. അതായത് ഇങ്ങനെ
ഇതാണ് അതിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഇതില്ല, ഇത് ആക്സിസ് ആണ്, ഈ ആക്സിസ് പോകുന്നത് ജോമെട്രിക് സെൻറ്ററിൽ കൂടെ. മനസ്സിലായോ? അടുത്തത് വരുന്നത് അയ്യോ സോറി, ഇത് സോളിഡ് സ്പിയർ. ഞാൻ സോളിഡ് സ്പിയർ എന്ന് എഴുതിയെങ്കിലും ഞാൻ പറഞ്ഞത് സിലിണ്ടറിനെ പറ്റിയാണ്, ഇല്ലേ? സോറി, ഇത് സ്പിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളുടെ ഫുട്ബോളിൻ്റെ ഉൾഭാഗം ഏറ്റവും മിഡ് പോയിൻ്റ്, അതിനെയാണ് നമ്മൾ എന്താ ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ ഫുട്ബോളാണെങ്കിൽ, തെറ്റിപ്പോയി കേട്ടോ, ഞാൻ പറഞ്ഞത് സ്പിയർ ആണെങ്കിലും അല്ല, എഴുതിയത് സ്പിയർ എന്നാണെങ്കിലും പറഞ്ഞത് ആരെ പറ്റിയാണ്? സിലിണ്ടറിനെ പറ്റിയാണ്. ക്ഷമിക്കണം കേട്ടോ, അത് നോക്കണം, ശ്രദ്ധിച്ചോണം. ഇതാണ് നമ്മുടെ സ്പിയർ. ഓക്കെ, സ്പിയറിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഓക്കെ, അതാ പറഞ്ഞത്. അവിടെ ആ സ്പിയറിൻ്റെ സോളിഡ് ആണെങ്കിലും, ഹോളോ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ എക്സാമ്പിൾ എടുക്കാം. സോളിഡ് എന്ന് പറയുമ്പോൾ ഫുട്ബോളിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത്. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ട് പുട്ടാണ് സോളിഡ് സ്പിയറിൻ്റെ എക്സാമ്പിൾ. ജോമെട്രിക് സെൻറ്ററാണ്. ഇനി നമുക്ക് സോളിഡ് ഓർ ഹോളോ സിലിണ്ടറാണ്. അത് നേരത്തെ പറഞ്ഞ പ്രിങ്കിൾസ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഡ് പോയിൻ്റ് ഓഫ് ദ ആക്സിസ് ഓഫ് സിലിണ്ടർ. അതായത് ഇപ്പോൾ ഇങ്ങനൊരു സിലിണ്ടർ വരുവാണെങ്കിൽ അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതായിരിക്കും, ആക്സിസിൻ്റെ മിഡ് പോയിൻ്റ് ഇതായിരിക്കും. മനസ്സിലായോ? അവിടെയും ഹോളോ സ്പിയർ ആണെങ്കിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല, കണ്ടോ? അപ്പോൾ മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണത്. ഇനിയും താഴോട്ട് പോകുന്ന സമയത്ത് ഹോളോ കോൺ at a height h/3 from the base. from the base. അതേപോലെ തന്നെ സോളിഡും കൂടെ പറയാം, സോളിഡ് കോൺ കൂടെ പറയാം. സോളിഡ് കോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, at a height h/4 from the base. h/4 from the base. അതായത് h/4 എന്ന് പറയുമ്പോൾ ഒരു കോണ് രണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോണം, ഒരു കോണ് രണ്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുക, ഇങ്ങനെയാണ് ഇരിക്കുക ഒരു കോൺ ആണല്ലോ. അപ്പോൾ ഈ കോണിൻ്റെ ഹൈറ്റ് ഇതാണ് h/3 എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മൂന്നിലൊരു ഭാഗം, ഇതാണ് ഹൈറ്റ് ഇല്ലേ? അതിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇവിടെ ആയിരിക്കും. ഹോളോ ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോളിഡ് ആണെങ്കിൽ h/4 എന്ന് പറയുമ്പോൾ എത്ര? അതിൻ്റെ നാലിലൊരു ഭാഗത്തിലായിരിക്കും ഇല്ലേ? അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്താ, അതിൻ്റെ ഇവിടെ വല്ലതുമായിരിക്കും. അതിൻ്റെ 4 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം. 4 പാർട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു പാർട്ട്, 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ട്. അങ്ങനെ 4ാമത്തെ പാർട്ടിൻ്റെ സെൻറ്ററിൽ വല്ലതുമായിരിക്കും അതിൻ്റെ. ക്ലിയർ ആണോ? അടുത്ത എന്താ? സർക്കുലർ റിങ്. സർക്കുലർ റിങ്ങിൻ്റെ എങ്ങനെ എഴുതാം? സെൻറ്റർ ഓഫ് ദ റിങ്. അടുത്ത ട്രയാങ്കുലർ ലാമിന. അത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻ ആണ്. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം ഇതാണ് ഒരു ട്രയാങ്കിൾ, ഇതിൻ്റെ മീഡിയൻ വേണ്ടത്, ഇതിൻ്റെ മീഡിയൻ വേണ്ടത്, ഈ സൈഡിലോട്ട് വരയ്ക്കുന്ന മീഡിയൻ വേണ്ടത്, ഇത് മൂന്നും ജോയിൻ ചെയ്ത് ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി പാരലോഗ്രാം എന്നും കൂടെ എഴുതിയിട്ട്, പാരലോഗ്രാം
പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഡയഗണൽസ് കണക്ട് ചെയ്യുന്ന സെൻറ്ററാണ്. അതായത് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽ അവിടെ എഴുതി വരുവാണ്. ഒരു മിനിറ്റ്. ഈ ഡിറ്റർമിനേഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇറഗുലർ സ്പേസ് അതൊന്നും വേണ്ട കേട്ടോ, അതൊന്നും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ, അതൊന്നും വേണ്ട. നിങ്ങൾ ടെക്സ്റ്റിനകത്തെ 14ാമത്തെ പേജിൽ മറ്റേ ആ നെയിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഈ ഡിറ്റർമിനേഷൻ ഒന്നും വേണ്ട. കണ്ടുപിടിക്കുന്ന സാധനങ്ങളൊന്നും പഠിക്കാനില്ല സിലബസ്. ഇപ്പോൾ 11th ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നൊരു ചെറിയ ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിനകത്ത് എപ്പോഴും ആലോചിച്ചോണം, യൂണിഫോം സർക്കുലർ മോഷൻ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി, നോക്കിക്കോളൂ. ഹെഡിങ് എഴുതിക്കോ, യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അത് ഇതും അതിൻ്റെ ഇതും കൂടെ അങ്ങ് എഴുതിക്കോ. when a particle moves with a constant speed in a circular path its motion is called uniform circular motion. ഇനി ഞാനിത് പഠിപ്പിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളുടെ എക്സ്ട്രാ പറഞ്ഞു തരാം. ഏറ്റവും നമ്മുടെ ഇതുമായിട്ട് അത് മനസ്സിലാക്കിയാലേ യൂണിഫോം സർക്കുലർ മോഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫിസിക്സിലെ എല്ലാ ആൾക്കാരും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇപ്പോൾ സ്പീഡാണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും മാസ് ആണെങ്കിലും പിന്നെന്തുവാ കറണ്ട് ആണെങ്കിലും ചാർജ് ആണെങ്കിലും ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിലും ഫിസിക്സിൽ എന്തൊക്കെ, അത് ടൈം ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ, ജനറലായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു ജനറലായിട്ട്. ഞാൻ വേറൊരു ഇതായിട്ട് തരാം, നോക്കിക്കോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും മാഗ്നിറ്റ്യൂഡുണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അളക്കാൻ പറ്റും. ഇപ്പോൾ സ്പീഡ് അളക്കാൻ പറ്റത്തില്ലേ? 40 മീറ്റർ പെർ സെക്കൻഡ്, 50 മീറ്റർ പെർ സെക്കൻഡ്, 50 കിലോമീറ്റർ പെർ അവർ ഇല്ലേ?
വെയിറ്റ് അളക്കാൻ പറ്റത്തില്ലേ? 50 കിലോ, 60 കിലോ, 70 കിലോ ഇല്ലേ? ഇനിയും ടെമ്പറേച്ചർ അളക്കാൻ പറ്റത്തില്ലേ? 100 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 60 ഡിഗ്രി സെൽഷ്യസ്. ഇനിയും കറണ്ട് അളക്കാൻ പറ്റത്തില്ലേ? 1 ആംപിയർ, 2 ആംപിയർ, 3 ആംപിയർ. ചാർജ് അളക്കാൻ പറ്റത്തില്ലേ? 1 കൂളമ്പ്, 2 കൂളമ്പ്, 3 കൂളമ്പ്. ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, 1 കാൻഡില, 2 കാൻഡില, 3 കാൻഡില. ഇനി അങ്ങനെ ഓരോന്നും വർക്ക് അളക്കാൻ പറ്റും. 1 ജൂൾ, 2 ജൂൾ, 3 ജൂൾ. എനർജി അളക്കാൻ പറ്റും. 1 ജൂൾ, 2 ജൂൾ, 3 ജൂൾ അല്ലേ? അളക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അളക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയറക്ഷൻ ഇല്ല. ഒരു ഉദാഹരണം പറയാം. മാസ്, വെയിറ്റ്. മാസിന് ഡയറക്ഷൻ ഉണ്ടോ മിഷേലെ? മാസും വെയിറ്റും, മാസിന് ഡയറക്ഷൻ ഉണ്ടോ? ഉണ്ടോ മിഷേലെ? ഡയറക്ഷൻ ഇല്ല എന്നാണോ പറയുന്നത്? പെട്ടെന്ന് പറയണേ. ഇല്ല ഇല്ല. അപ്പോൾ വെയിറ്റിന് ഡയറക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അതെന്തുകൊണ്ടാണ് മാസിന് ഡയറക്ഷൻ ഇല്ല എന്ന് പറയുന്നത്, വെയിറ്റിന് ഡയറക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്? ഗ്രാവിറ്റി കാരണം വെയിറ്റ് താഴോട്ട് എപ്പോഴും ചെയ്യുന്നത്. അപ്പം മാസ് താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? ആണോ? പറഞ്ഞോളൂ. അറിയാവോ? ഇല്ല, അറിയത്തില്ല. പറഞ്ഞോ മിഷേൽ, പറഞ്ഞോ. മാസ് എന്തുകൊണ്ടാണ് താഴോട്ട് ആക്ട് ചെയ്യാത്തതെന്ന് പറയുന്നത്, അല്ലെ മാസിന് ഡയറക്ഷൻ ഇല്ല എന്ന് പറയുന്നതിന് കാരണം എന്താ? ഇപ്പോൾ വെയിറ്റ് പറഞ്ഞു കറക്റ്റാണ്. വെയിറ്റ് പറഞ്ഞു, ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റി താഴോട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ട് വെയിറ്റ്. അപ്പം നമ്മൾ മാസ് എന്താ താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? ആണോ? ആണോ മിഷേലെ? മിഷേൽ ഉറങ്ങിയോ? ഇല്ല. എന്നാ പറ. ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. മാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഇല്ല. മിഷേൽ പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷൻ ഇല്ല. വെയിറ്റിന് ഡയറക്ഷൻ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. മാസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡിയാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡിയല്ല. ആ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡിയെ എർത്ത് ഭൂമിയിലേക്ക്, അതായത് വെയിറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എർത്ത് അട്രാക്ട്സ് ആൻ ഒബ്ജക്റ്റ് ടുവേർഡ്സ് ഇറ്റ് സെൻറ്റർ. മാസ് എന്ന് പറയുമ്പോൾ എം ആണ്, എം. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എന്ന് പറയുമ്പോൾ എം ഇൻറ്റു ജി ആണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഓൾവേസ് ഗ്രാവിറ്റി താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം വെയിറ്റ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. മാസ് താഴോട്ടാണോ ആക്ട് ചെയ്യുന്നത്, മുകളിലോട്ടാണോ ആക്ട് ചെയ്യുന്നത്, സൈഡിലോട്ടാണോ ആക്ട് ചെയ്യുന്നത്, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഒന്നും അറിയത്തില്ല. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിന് മാസുണ്ട്. ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ ശരീരത്തിനകത്ത് എൻ്റെ ഭൂമി നിൽക്കുമ്പോൾ എനിക്ക് ഭൂമി നിൽക്കുമ്പോൾ എവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിനൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, എൻ്റെ ശരീരത്തിൽ മാസുണ്ട്. അപ്പം ഞാൻ ഭൂമി നിൽക്കുമ്പം ഞാനിപ്പോൾ എത്ര ചാടിയാലും എങ്ങനെയാണ് വരുന്നത്? താഴോട്ട് വരും ഇല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മാസെന്നല്ല പറയുന്നത്, വെയിറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാനൊരു സ്പേസ് വെഹിക്കിളെ കയറിയിട്ട് ചന്ദ്രനിൽ പോവാം. ചന്ദ്രനിൽ പോകുമ്പം എൻ്റെ ശരീരത്തിൽ അപ്പോഴും മാസുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറന്ന് നടക്കുമായിരിക്കും. എനിക്കിങ്ങനെ നിലത്ത് നിൽക്കണമെങ്കിൽ എൻ്റെ ശരീരത്ത് കുറേ വെയിറ്റ് ഹാങ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലോ, അവരിങ്ങനെ തടിയന്മാരെ പോലെ ആയിരിക്കും അവരിയ്ക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് വണ്ണം വെക്കുന്നതെന്നല്ല അർത്ഥം. അവരുടെ ശരീരത്ത് ഫുള്ള് വെയിറ്റുകൾ തൂക്കിയിടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ മൂണിൻ്റെയൊക്കെ പ്രതലത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി, അവർ മൂണിൻ്റെ പ്രതലത്തിൽ നിന്ന് ഇറങ്ങി റോക്കറ്റിനകത്തോട്ട് കയറുന്ന, സ്പേസ് വെഹിക്കിളിനകത്തോട്ട് കയറുന്ന സമയത്ത് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നോർമൽ വേഷം ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അവരിങ്ങനെ പറന്നായിരിക്കും നടക്കുന്നത്. ആ റോക്കറ്റിനകത്തൊക്കെ പറന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ബ്രെഡൊക്കെ ഇങ്ങനെ അവർ ഇങ്ങനെ മുറിച്ചിട്ട് രണ്ടുപേര് ഇപ്പം ഇപ്പം രണ്ടാൾക്കാർ പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. സുനിത വില്യംസൺ പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരിയും മറ്റേ പുള്ളിക്കാരനും കൂടെ അവിടെ നിന്നിട്ട് എന്താണ് കേക്ക് മുറിക്കുന്നത്, അല്ലെങ്കിൽ ബ്രെഡ് മുറിച്ച് ഇങ്ങനെ എറിയുന്നത്. അപ്പോൾ ബ്രെഡ് മുറിച്ച് ഇങ്ങനെ എറിയുന്ന സമയത്ത് അതിങ്ങനെ അതിങ്ങനെ പറന്ന് നിന്ന് മറ്റേ ആൾ വാ വിളിക്കുമ്പോൾ വാ വയ്ക്കാത്ത കാണിക്കും. ആ വാ ഇങ്ങനെ കൊണ്ടുപോകണം അതിൻ്റെ കൂട്ടത്തിൽ. മനസ്സിലായോ? അപ്പോൾ എന്നാൽ ഇവിടെ ഞാൻ ഒരു ബ്രെഡ് എടുത്ത് ഒറ്റ എറിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കിടക്കും. ആണോ? ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി വരുന്ന സമയത്ത് മാസിൻ്റെ കൂടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് എന്ന് പറയും. ആ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഭൂമി നിൽക്കുമ്പോഴും എനിക്ക് മാസ് ഉണ്ട്.
പക്ഷെ മാസിന് ഡയറക്ഷൻ ഇല്ല. അത് തെളിയിക്കണമെങ്കിൽ ചന്ദ്രനിൽ പോയാൽ മതി. അപ്പം ഞാനിങ്ങനെ പറന്ന് നടക്കും. അപ്പോഴും ഇപ്പോഴും എനിക്ക് മാസുണ്ട്. പക്ഷെ അവിടുത്തെ മാസിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഇവിടുത്തെ മാസിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് വെയിറ്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് എനിക്ക് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. മനസ്സിലായോ? ഇപ്പം മിഷേലിന് എക്സാക്ട്ലി മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ നമ്മൾ ഈ പറയാൻ കാരണം എന്താണെന്നറിയോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റിയും ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റിയും. പഠിച്ചിട്ടുണ്ടോ? വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡുണ്ട്, അളവുണ്ട്, അതേപോലെ തന്നെ അതിന് ഡയറക്ഷനും ഉണ്ട്. എന്നാൽ ഈ സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, എന്തില്ല? ഡയറക്ഷൻ ഇല്ല, നോ ഡയറക്ഷൻ. അപ്പം അതിലൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് വെയിറ്റ്. സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് എന്ത്? മാസ്. വേറൊരു എക്സാമ്പിളോട് പറയാം. സ്പീഡ് നമുക്കിപ്പോൾ പഠിപ്പിക്കാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ. വെലോസിറ്റി എന്ന് പറയുന്നത് കൃത്യം ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതാണ്. എന്നാൽ അതിൻ്റെ തന്നെ കൗണ്ടർ പാർട്ട് സ്പീഡ് എന്ന് പറയുന്ന ആൾക്ക് എന്തില്ല? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് 40 km/h ആണോ? വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാലും 40 km/h. രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താ? വെലോസിറ്റി പറയുമ്പോൾ കൃത്യം ഡയറക്ഷൻ കൂടെ പറയും. 40 km/h ഇന്ന ഡയറക്ഷനിലോട്ട്. എന്നാൽ ഇവിടെ ഡയറക്ഷൻ പറയൂല. മനസ്സിലായോ? അപ്പം വെലോസിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡുണ്ട് പ്ലസ് ഡയറക്ഷനുമുണ്ട്. സ്പീഡിന് എന്തേ ഉള്ളൂ? സ്പീഡിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയത്തില്ലയോ? സ്പീഡ് വിത്ത് ഡയറക്ഷൻ ഈസ് കോൾഡ് വെലോസിറ്റി. സ്പീഡിൻ്റെ കൂടെ ഡയറക്ഷൻ ആഡ് ചെയ്താൽ അതെന്തായിട്ട് മാറും? വെലോസിറ്റി. ശരിയല്ലേ? സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? വെലോസിറ്റി ആയിട്ട് മാറി. സെറ്റാണല്ലോ? ഇനി നമുക്ക് യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വരാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇവിടെ പറയുന്നത് എ പാർട്ടിക്കിൾ മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. സ്പീഡ് എന്താ? കോൺസ്റ്റൻറ്റാ, സെയിം ആണ്. എന്നും സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവണമെന്നുണ്ടോ? സ്പീഡും വെലോസിറ്റിയും രണ്ട് ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ സെയിം. പക്ഷേ എന്തല്ല? എന്ത് സെയിം അല്ല? ഡയറക്ഷൻ. ഒരാൾക്ക് ഡയറക്ഷൻ ഇല്ല. അപ്പം ഇപ്പം ഇപ്പം നമ്മൾ ഭൂമി എന്ത് ചെയ്യാണ്? സൂര്യന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇത് സൂര്യനാണ്, ഇത് ഭൂമിയാണ്. ഓക്കെ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരേ സ്പീഡിലല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? 365 ദിവസം എടുക്കുമ്പോൾ ഒരു വർഷമാവും. വീണ്ടും 365 ദിവസം എടുക്കുമ്പോൾ വീണ്ടും അടുത്ത വർഷം. വീണ്ടും 365 ദിവസം എടുക്കുമ്പോൾ ഒരു വർഷം. ആണോ? ആണ്. അതിനർത്ഥം ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. ഇപ്പോൾ എർത്ത് ഒരു ദിവസം തീരുമാനിക്കുക, എനിക്ക് 365 ദിവസത്തെ ഒരു 150 ദിവസം ആയപ്പം എർത്ത് വിചാരിച്ചു, എനിക്ക് ഇനിയിപ്പം പെരുക്കെ കറങ്ങാമെന്നുണ്ട്, ഞാൻ ഇതിൻ്റെ സ്പീഡിൽ കറങ്ങുമെന്നുള്ള ഒറ്റ കറങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് ഒരു വർഷം ആക്കുക. തിരിച്ചിവിടെ വരുവാണെങ്കിൽ എന്താ? 182 ദിവസം കൊണ്ട് എന്താവും? അപ്പോൾ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ആ 2 ദിവസം കൊണ്ട് വരുന്നതിന് മുമ്പ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും തട്ടി മുകളിലോട്ട് പോകും. മനസ്സിലായോ? അപ്പം ഭൂമി കറങ്ങുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ്. ഇപ്പോൾ ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു 5 km/h ആണെന്ന് വിചാരിച്ചോ. അത്രയൊന്നും അല്ല കേട്ടോ, ഞാനൊരു ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ മനസ്സിലായോ? സന, ആരോൺ മനസ്സിലായോ? ആരോൺ മനസ്സിലായി. അതായത് ഇതിൻ്റെ സ്പീഡാണ് ഇപ്പം ഞാൻ തന്നിരിക്കുന്നത്. എന്ത്? 5 കിലോമീറ്റർ. അത് ഇവിടെ വന്നാലും എത്ര തന്നെയാണ്? 5 km/h ആണ്. ഇവിടെ വന്നാലും എത്ര തന്നെയാണ്? 5 km/h ആണ്. ഇവിടെ വന്നാലും എവിടെ വന്നാലും എന്ത് തന്നെയാണ്? 5 km/h ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്നാൽ കുറച്ച് താഴെ നിങ്ങളുടെ അതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡൊക്കെയാണ്, പക്ഷേ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിയോ, നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ്, ഇത് സെൻറ്ററാണ്, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു. ഇതതിൻ്റെ സെൻറ്ററാണ്. ഇത് സൂര്യനാണെന്ന് വിചാരിച്ചു, ഇത് എർത്താണെന്ന് വിചാരിച്ചു.
ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം എല്ലാ പോയിന്റിലും ഇതിൻ്റെ സ്പീഡ് എന്ത് തന്നെയാണ് 5 km/h ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് നോക്കിയേ, ഈ പോയിന്റിൽ ഇതിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടായിരിക്കും. എന്നാൽ ഈ പോയിന്റ് വന്നാൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റ് വന്നാൽ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റ് വന്നാൽ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റ് വന്ന ഡയറക്ഷൻ ഇങ്ങോട്ട്. ഈ പോയിന്റ് വന്ന ഡയറക്ഷൻ ഇങ്ങോട്ട്. ഈ പോയിന്റ് വന്ന ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പം വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അവിടെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആവണം, ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആവണം അല്ലേ? എന്നാലല്ലേ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആണോ? പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റാണ്, 5 km/h. എന്നാൽ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണോ? ഓരോ പോയിന്റിലെയും ഡയറക്ഷൻ കണ്ടോ? ഇതിങ്ങോട്ട്, 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 ഇതിങ്ങോട്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? മനസ്സിലായോ? മിഷേൽ മനസ്സിലായോ? മനസ്സിലായി സാർ. നമ്മുടെ ഇപ്പോഴാണോ ഇത് മനസ്സിലായോ അതോ നേരത്തെ മനസ്സിലായിരുന്നോ? അല്ല, മിഷേലിനോടാണേ. ഇപ്പം മനസ്സിലായി. മനസ്സിലായി. അല്ല, നേരത്തെ ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചത് അതോ? ഇങ്ങനല്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം താഴോട്ട് ഒന്നുകൂടി എഴുതണം. ഡയറക്ഷൻ ഓഫ് മോഷൻ ഇംപ്ലൈസ് വെലോസിറ്റി. ഓക്കെ, താഴോട്ടൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കുവാണം. താഴോട്ടൊരു ഡോട്ട് ഇട്ടാൽ മറ്റേ അതിൻ്റെ താഴോട്ട് എഴുതിക്കണം. കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ of motion implies that the velocity of the particle is not uniform. അപ്പോൾ വെലോസിറ്റി യൂണിഫോം അല്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ എന്താ? ആക്സിലറേഷൻ ആണ്. അപ്പം വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. എന്തുകൊണ്ട് കോൺസ്റ്റൻ്റ് അല്ല? മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് യൂണിഫോം അല്ല. അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോഡി എന്തെന്ന് പറയാം? ദേ ആർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. അപ്പം നോൺ യൂണിഫോം ആണ്. therefore the motion is accelerated. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയിട്ട് ആക്സിലറേറ്റ് ചെയ്യുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുമൂലം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്പീഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടുക എന്നുള്ളതല്ല അതിനർത്ഥം. മനസ്സിലായോ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയും നമുക്ക് രണ്ട് കാര്യം. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ്, അത് അടുത്ത ഡോട്ടോട് എഴുതിക്കോ. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ to a point in the circular path. അതോടെ എഴുതി. ടാൻജൻഷ്യൽ ഞാൻ നേരത്തെ വരച്ചത് ഇതാണ് ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളെ തൊട്ട് വരയ്ക്കുന്ന ഒരു ലൈനെയാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഇനിയും അവിടെ യൂണിഫോം സർക്കുലർ മോഷനും യൂണിഫോം ലീനിയർ മോഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണെന്ന് അറിയാമോ? അവിടെ സ്പീഡും വെലോസിറ്റിയും രണ്ടും കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഓരോ ഇൻ്റർവെല്ലിലും ഉള്ള വെലോസിറ്റി സെയിം ആയിരിക്കും, അതിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും, നേരെ തന്നെയാണ്, ലീനിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്, സ്പീഡും കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വെലോസിറ്റിക്കകത്ത് തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊരു അൺആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. വെലോസിറ്റി ചേഞ്ച് ചെയ്താലല്ലേ ആക്സിലറേറ്റഡ് ആകത്തുള്ളൂ. ഇവിടുത്തെ കേസിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്
സെയിം ആണെങ്കിലും ഡയറക്ഷൻ ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ ഡയറക്ഷനും വെലോസിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ എന്ന് പറയാം, ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന മെയിൻ ഡിഫറൻസ്. അതുകൂടെ ഒന്ന് എഴുതുക. അത് ഞാനകത്ത് എഴുതുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് സന ടെക്സ്റ്റ് ഉണ്ടല്ലോ ഇപ്പം കയ്യിൽ. ഓക്കെ, അപ്പോൾ 16-ാമത്തെ പേജിൽ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് യൂണിഫോം ലീനിയർ മോഷൻ ഒന്ന് എഴുതിയാൽ. ഇതെഴുതാം, എല്ലാവരും എഴുതണേ. സെൻട്രിപെറ്റലും സെൻട്രിഫ്യൂഗലും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ അതും പഠിച്ച് ന്യൂമറിക്കലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം നോക്കട്ടെ, ഒരു സെക്കൻഡേ ചെയ്യാം. ഇരുന്നോ. അത് അടുത്ത ഇതിൽ പഠിപ്പിക്കാം. അത് ഇങ്ങനെ നിൽക്കട്ടെ ഇന്നത്തെ ക്ലാസ്. അതും കൂടെ എഴുതി